കണ്ട് ഞാൻ അതിലൊരു ഇന്നസെന്റ് ഒരു മണ്ടൻ ഒരു പേടിച്ചൂറി ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടറാണ് ഞാൻ. ഇവളോട് വലിയ ഇഷ്ടമാണ് ഇവിടെ. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചു. ജനങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പാച്ചിക്കാക്ക് ഡൗട്ട് ഇത് ശരിയായാണ്. അങ്ങനെ പാച്ചിക്ക വന്നിട്ട് പറഞ്ഞാൽ അത് ഒന്നും എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം എന്നെ കൂടെ എടുപ്പിച്ചു. 3 പ്രാവശ്യം 3 ടേക്ക് എടുത്തിട്ടും പുള്ളിക്ക് തൃപ്തി വന്നില്ല. പിന്നെ പിറ്റേ ദിവസം കാലത്ത് വന്നിട്ടപ്പോൾ ഒന്നും എടുക്കാന്ന് പറഞ്ഞു. അതെടുത്ത്. അപ്പം ഇങ്ങനെ കരയണ്ട, കരച്ചിലില്ലാതെ ഒന്നും എടുക്കുന്നു പറയും. അപ്പോൾ ഞാൻ പാച്ചിക്ക ഇതിലേ ഈ ഒരു സന്ദർഭത്തിലല്ലേ തന്തയ്ക്ക് വരെ വിളിക്കുന്ന ഒരു പെങ്ങളുടെ മുമ്പിൽ വെച്ച് കരഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് ഞാൻ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പാച്ചിക്കാരോട് ഞാൻ അങ്ങ് വഴക്കിടാൻ തുടങ്ങി. പാച്ചിക്ക പറഞ്ഞാൽ അതല്ല ഇപ്പോൾ നമുക്ക് ഒന്നും എടുക്കാം എന്ന് പറയും. കരയാതെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടൊരു സീനാണ് അത്. ആ സീൻ അങ്ങ് എടുത്ത് എനിക്ക് മനസ്സിനൊന്നും സംതൃപ്തി തോന്നിയില്ല. പക്ഷെ പുള്ളി വന്ന് എന്നോട് പറഞ്ഞു, അനിപ്പോൾ ഞാൻ ഇന്നലെ ആലോചിച്ച ഒരു കാര്യം എനിക്ക് ഇവിടെ കിട്ടുന്ന ആളറിയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ആങ്ങളെയാണ് ഈ പെങ്ങളുടെ. നിങ്ങൾ കരഞ്ഞാൽ അവൾ നിങ്ങളുടെ കൂടെ പോരും. സിനിമയുടെ ടോട്ടാലിറ്റി അങ്ങനെ അത് മനസ്സിലാക്കി ഒരാൾ ചിന്തിക്കാത്തൊരു സംഭവമാണത്. ഇങ്ങനെയുള്ള അത്ര ഇമോഷണൽ അത്ര ആയ ആ പെങ്ങളെ നമ്മുടെ കൂടെ ഇറങ്ങിപ്പോയ കഥ അവിടെ നിന്ന് കുട്ടിയോട് നിൽക്കേണ്ട അതാണ് പാച്ചിക്കയിലുള്ള സംവിധായകന്റെ ഒരു പ്രത്യേകത. ഉള്ളിലുള്ളൊരു നടനാണ് അത് ചെയ്യുന്നത്.